ജീവിത ദുരിതങ്ങൾക്ക് അറുതി വരുത്തി സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കുവൈറ്റിലെത്തിയ 49 പേരാണ് പടർന്നിറങ്ങിയ തീയിൽ വെന്തുരുകി മരിച്ചത്. 23 പേർ ഇതിൽ മലയാളികളാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആ ദുഃഖത്തിൽ ഇപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ലോകമാകെ നടങ്ങിപ്പോയ ആ മഹാദുരന്തം ഏറെയും ഉലച്ചത് ഇന്ത്യയാണ്. കുവൈറ്റ് മംഗഫിലെ തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിന്റെ നടുക്കത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നാട്. ജീവിതം കരുപിടിപ്പിക്കാൻ പ്രവാസ ജീവിതം തെരഞ്ഞെടുത്ത 23 മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാനാകാത്ത വിധം കത്തിക്കഴിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധന തുടരുകയാണ്. ഉറ്റവരുടെ മരണത്തിൽ നാടൊന്നാകെ നടുക്കത്തിലാണ്. പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. തൊഴിലാളികൾ ഉറക്കത്തിലായിരുന്നു. തീ ഉയർന്നത് കണ്ട് രക്ഷപ്പെടാനുള്ള തിക്കിലും തിരക്കിലും വിഷപ്പുക ശ്വസിച്ചും പലരും മരണത്തിന് കീഴടങ്ങി. രക്ഷപ്പെടാനായി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയവരും മരിച്ചവരിലുണ്ട്. അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിലെത്തി. കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും അപകടസ്ഥലം സന്ദർശിക്കും. വിവിധ ആശുപത്രികളിലായി മൃതദേഹ പരിശോധന തുടരുകയാണ്. പരിക്കേറ്റ പലരും ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഫ്ളാറ്റിൽ തീ പടർന്നതെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കണ്ണൂർ ഇരിട്ടി സ്വദേശി നൌഫൽ 24നോട്. ഉറങ്ങുമായിരുന്നു. ഒരു 4:30 മണിക്ക് പുലർച്ചക്ക് 4 മണിക്ക് അന്നപോലെ തന്നെ അന്നേരം പുകയാ വരുന്നു. പിന്നെ ഓർമ്മയില്ല. ചാടി രക്ഷപ്പെട്ടു. ഇല്ലല്ല, ചാടി രക്ഷപ്പെട്ടില്ല. ലിഫ്റ്റ് വന്നു. ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയതാണ്. മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ ധനസഹായവും ആശ്രിതർക്ക് ജോലി നൽകുമെന്ന് NBTC കമ്പനി അറിയിച്ചു. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അഹമ്മദി മുബാറക് അൽ കബീർ ഗവർണറേറ്റുകളിലെ പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപയും സഹായം പ്രഖ്യാപിച്ചു. പരുക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ ധനസഹായം നൽകാൻ ഇന്നു ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സർക്കാർ സഹായത്തിനു പുറമെ വ്യവസായികളായ MA യൂസഫ് അലിയും R രവി പിള്ളയും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകും. ന്യൂസ് ഡെസ്ക് 24.